ചെയ്ത് തീർത്തിട്ടില്ല. പിന്നെ ഫ്രാൻസിസ് മെമ്പറായിരുന്ന കാലത്ത് തന്നെ കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിൽ അതിന് തൊട്ട് മുമ്പുള്ള പീരീഡിലും ഇടതുപക്ഷത്തിൻ്റെ മെമ്പർ തന്നെയായിരുന്നു മാശിപാട്. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം വാർഡിൻ്റെയും 10-ാം വാർഡും രണ്ടും കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാണ്. അവർക്ക് സംബന്ധിച്ച് 9-ാം വാർഡിൽ ശരിക്കും ഒന്നും തന്നെ നടപ്പെട്ടില്ല. അതിന് ഉദാഹരണം ഏറ്റവും ആദ്യമേ ഞാൻ തന്നെയാണ്. എനിക്ക് അവിടെ നല്ല വീടില്ല. ആ ഏരിയയിൽ വെച്ച് ഞങ്ങൾ നല്ലൊരു പ്രവർത്തനം നല്ലൊരു വികസനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് വരെ ഇപ്പോഴത്തെ മെമ്പറും അതിന് മുമ്പത്തെ മെമ്പറുകളും പല വാഗ്ദാനങ്ങളും നമുക്ക് തന്നാണ്. അവർക്ക് സംബന്ധിച്ച് 9-ാം വാർഡിൽ ശരിക്കും ഒന്നും തന്നെ നടപ്പെട്ടില്ല. അതിന് ഉദാഹരണം ഏറ്റവും ആദ്യമേ ഞാൻ തന്നെയാണ്. എനിക്ക് അവിടെ നല്ല വീടില്ല. ആ ഏരിയയിൽ വെച്ച്, അതായത് 9-ാം വാർഡിൽ വെച്ച് നല്ല വീടില്ലാത്ത ഒരാൾ ഞാനാണ്. അതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ്. പല കാരണങ്ങളും കൊണ്ടാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിന് ഇപ്പോഴത്തെ മെമ്പറും ഇതിന് മുമ്പത്തെ മെമ്പർ അതിന് മുമ്പത്തെ മെമ്പറുകളും പല വാഗ്ദാനങ്ങളും നമുക്ക് തന്നാണ്. പിന്നെ മറയൂരിൽ നിന്ന് പട്ടിക്കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം, ജലം, 9-ാം വാർഡിൽ കൂടെ ഒഴുകുന്ന ജലം, മാലിന്യം നിങ്ങൾ പോയി കണ്ടാലറിയാം. ഇപ്പോൾ അവിടെ അറവുശാലയിൽ നിന്ന് വരുന്ന അവിടെ ഒരു ടോയ്ലറ്റിൻ്റെ ആണോ വേസ്റ്റിൻ്റെ ആണോ കുഴി വെച്ചിട്ടുണ്ട്. വെറും റിങ്ങാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒഴുകുന്ന വെള്ളത്തിലേക്കാണ്. മാലിന്യം ചെയ്തെന്ന് പറയുന്നത് ഇതേ പഞ്ചായത്തും അവിടുത്തെ മെമ്പറും ഒക്കെ കണ്ടിട്ടാണ് ഇത് പോകുന്നത്. ഹെൽത്ത് ഉൾപ്പെടെ അത് കാണുന്നതാണ്. ആ വെള്ളം മലിനമായിട്ടാണ് 9-ാം വാർഡിൽ കൂടെ ഒഴുകുന്നത്. റോഡുകൾ ഇപ്പോൾ കോൽക്കട്ടിലേക്ക് വന്ന ഇപ്പോൾ ഈ റോഡിനേക്കാളും കൂടുതൽ തിരക്കുള്ള റോഡാണത്. അതൊന്ന് വീതി കൂട്ടുകയോ മറ്റുള്ള പണികളോ അവർ ചെയ്തിട്ടില്ല 9-ാം വാർഡിൽ. മറ്റേ അവരിപ്പോൾ തന്നെ പലരും അവിടെ ഭൂമി തരം മാറ്റി കൊടുക്കലാണ്. അതായത് വീട് വെക്കുക, കൃഷിഭൂമി മൊത്തം മാറി തരം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അർഹതയുള്ളവർക്ക് തരം മാറ്റി കൊടുക്കാം. ഇത് റിസോർട്ട് കെട്ടാനും അങ്ങനെയുള്ളതിനൊക്കെയാണ് തരം മാറ്റിയിട്ട് പിന്നെ റിസോർട്ടിലേക്കൊക്കെയാണ് മാറുന്നത്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഇതിലും 9-ാം വാർഡിൻ്റെ മെമ്പറിൻ്റെ ഇതിലും ചെയ്യാറില്ല. നിലവിൽ വാർഡിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിൽ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളോ കാലതാമസമോ ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ പല കാര്യങ്ങളും ഇവരെ ചെയ്തെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. പല അഴിമതികളെന്ന് പറയാനായിട്ട് ഇപ്പം നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ടൊന്നും അറിയാം. കോൽക്കട റോഡുകൾ നിങ്ങൾ കാണാറുണ്ട്. ആ റോഡിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അവിടെ എന്താണ് ചെയ്തേക്കുന്നത്? വന്ന് ശാലം പശ ഒട്ടിച്ച് വെക്കുന്നവർ, പേപ്പർ ഒട്ടിച്ച് വെക്കുന്നവർ, ചോറ് ഒട്ടിച്ച് വെക്കുന്നവരാണ് റോഡ് ഒട്ടിച്ച് വെക്കുന്നത്. ആ റോഡിനുള്ള ഫണ്ടുകൾ ചെയ്യാറില്ല. അവിടെ എത്ര പേർക്ക് അർഹതയുള്ളവർക്ക് എത്ര പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട്? ഒരാൾക്ക് തന്നെ 2-3 വീടുകൾ കൊടുത്തവരുണ്ട്. അത് അഴിമതിയല്ലേ? അത് അവരെന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല? പഞ്ചായത്തുകാർ ചെക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ വേണ്ടപ്പെട്ടവർ ചെക്ക് ചെയ്യുന്നില്ല. എല്ലാവരും പറയുന്നത് ഞങ്ങളത് ചെയ്തു, ഇത് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത്? നിങ്ങളിപ്പോൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ക്യാമറ കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയും പട്ടിക്കാട്ടിൽ ഇത് മാത്രം എടുത്താൽ മതി. ഹെൽത്ത് ഉൾപ്പെടെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അത് വെള്ളം ഒഴുകുന്ന മൊത്തം ആ മാലിന്യം ഒഴുകുന്ന ഈ കുടിവെള്ളം ഉൾപ്പെടെയാണ് വരുന്നത്. ഈ പറഞ്ഞ 100 നാൾ പണിക്കാർ ഉൾപ്പെടെ ഈ തോട്ടിലെ വെള്ളമാണ് ചിലപ്പോൾ പണി സ്ഥലത്ത് നിന്ന് കുടിക്കുന്നത്. ഈ മാലിന്യം വരുന്നത് അതവരറിയുന്നില്ല. ഹെൽത്തുകാർ പറയും അത് മാലിന്യമാണ്. അവിടെ അതിന് ബാക്കിലേക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകൾ കിടക്കുന്നത് അറിയാം. നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. കുടിവെള്ളത്തിനെ സംബന്ധിച്ചിട്ട് വാർഡിൽ എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? കുടിവെള്ളത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു പദ്ധതിയില്ല. എനിക്ക് വെള്ളം വരാതെ ആ ഏരിയയിൽ ഓരോരുത്തർ ആവശ്യങ്ങൾക്കായിട്ട് അവിടെ ഓരോ സ്ഥലത്ത് വാൽവ് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ വെള്ളം വരുന്നത് 4-ാം വാർഡിൽ നിന്ന് അങ്ങോട്ട് വെള്ളം വരുന്നത്. എനിക്ക് ഇതിൻ്റെ കുറേ വർക്കുകൾ അറിയാവുന്നതാണ്. ഞാൻ ഇലക്ട്രിക് പ്ലംബിങ് ചെയ്യുന്ന ആളാണ്. എനിക്കിൻ്റെ കുറേ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിസ് ഇരിക്കുന്ന കാലത്ത് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനകത്ത് അവിടെ ഒരു 5000 ലിറ്റർ ടാങ്ക് കൊണ്ട് അവിടെ ഉണ്ട്. ആ ടാങ്ക് പൊട്ടിയിട്ടിരിക്കുന്ന, അല്ലാതെ ആ സ്ഥാനം ഇന്ന് വരെ അത് വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് വേണ്ടി സെപ്പറേറ്റാണ് പബ്ലിക്കിൻ്റെ പൈപ്പുകളിൽ വാൽവ് വെച്ചേക്കുന്നത്. അതിനൊന്നും ഒരു അന്വേഷണവും കാര്യങ്ങളും ഇല്ല. ഈ പറഞ്ഞ നമ്മുടെ മെമ്പർ, ഞാനാകെ ഒരു പ്രാവശ്യം മെമ്പറെ കണ്ടേക്കുന്നു ആ വഴിക്ക് വന്നിട്ട്. അതല്ലാതെ നമ്മൾ ഇന്ന് വരെ അവർ വന്നൊരു കാര്യങ്ങൾ അന്വേഷിക്കുമോ? അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തുമ്പോൾ അവർ വിളിച്ചറിയിക്കുമോ? ഒരു മെമ്പറിൻ്റെ കടമകളൊക്കെയാണ് എന്നുവെച്ചാൽ നമ്മൾ പണിക്കണം നമുക്കറിയാൻ പാടില്ല. ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ നടക്കുന്നെന്ന് മെമ്പറുകൾക്കാണ് അറിയുന്നത്. ആ മെമ്പർ നമ്മളെ വ്യക്തമായിട്ട് വിളിച്ചറിയിക്കേണ്ടതാണ്.
മാശിവയലിൽ കഴിഞ്ഞ ഭരണ കാലയളവിലും മെമ്പർ ഉണ്ടായിരുന്ന നേട്ടവും കോട്ടവും എന്ന് ഇതിനൊക്കെ കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പുള്ള പീരീഡിലും ഇടതുപക്ഷത്തിൻ്റെ മെമ്പർ തന്നെയായിരുന്നു മാശിവയൽ വാർഡ്. ഒരു വാർഡിൻ്റെ വികസനം അല്ലെങ്കിൽ നേട്ടങ്ങൾ മറയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചൊരു മെമ്പറുടെ നേട്ടവും കോട്ടവുമായിട്ട് പറയാനായിട്ട് കഴിയില്ല. കാരണം ഇവിടെ എല്ലാ വാർഡുകളെയും തുല്യമായി പരിഗണിച്ചുകൊണ്ടുള്ളൊരു ഭരണരീതിയാണ് മറയൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഫണ്ട് കിട്ടിയില്ല എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് മെമ്പർ വളരെ ശ്രമകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി നേടിയെടുത്തെന്ന് പറയാനായിട്ട് കഴിയില്ല. സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഫണ്ടുകൾ എല്ലാ വാർഡിലേക്കും അതിൻ്റെ അർഹതയനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഹിതം തീർച്ചയായിട്ടും 9-ാം വാർഡിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. കാരണം അവിടെ റോഡുകളുടെ കാര്യത്തിൽ ഒക്കെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറേ കൂടി ഫണ്ട് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ ടൗണിനോട് ചേർന്നുള്ളൊരു അംഗൻവാടി, അവിടുത്തെ അംഗൻവാടിയിൽ അതിൻ്റെ കമ്മിറ്റിയിൽ ഞാനുണ്ട്. അപ്പോൾ അംഗൻവാടിക്ക് കിട്ടണം ഒരു ഹൈടെക് ആക്കണം എന്നുള്ള നിലയിൽ ഞാൻ പല ഘട്ടങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ അംഗൻവാടി ടൗണിനോട് ചേർന്നുള്ള അംഗൻവാടിയുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് ചെയ്തെന്ന് ഒഴിച്ചാൽ ആ അംഗൻവാടി ഒരു നല്ല കെട്ടിടമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല നമ്മളുടെ ഭാഗത്ത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്കൊരു ചെറിയ കമ്മ്യൂണിറ്റി ഹാൾ. ആ കമ്മ്യൂണിറ്റി ഹാളിൽ കരണ്ടോ മറ്റ് അനുബന്ധ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അത് ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡെന്നുള്ള നിലയിൽ ആ വാർഡിൽ അതിന് വേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കുകയോ അതിനുള്ളൊരു ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഈ മറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് ഏറ്റവും കൂടുതൽ ടൗണ് ആ വാർഡിനെ സംബന്ധിച്ച് ടൗൺ വാർഡാണ്. അതിനോടൊപ്പം തന്നെ കാർഷിക മേഖലയും കൂടി. അപ്പോൾ കാർഷിക മേഖലയിൽ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഈ തൊഴിലുറപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റ് വർക്കുകളുണ്ട്. റോഡുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, ആ വർക്കുകളുടെ കാര്യത്തിലാണ് വേണ്ട ശ്രദ്ധ ഉണ്ടായിട്ടില്ല. പിന്നെ പൊതുവേ നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ആ വെട്ടിക്കുറച്ച് കളഞ്ഞത് ഒന്ന്. രണ്ടാമത് ഉദ്യോഗസ്ഥന്മാരെ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാത്തത് മൂലം പല പദ്ധതികളും നടപ്പാക്കുന്നതിനും പൊതുവിൽ ഗ്രാമപഞ്ചായത്ത് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവിൽ എന്ന് പറയുമ്പോൾ ഒന്ന് സെക്രട്ടറി ഇല്ലാതിരുന്ന ഒരുപാട് കാലഘട്ടം, അതുപോലെ തന്നെ മറ്റ് അതിനോടനുബന്ധിച്ചുള്ള നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഈ വീടുകളുടെ കാര്യത്തിലൊക്കെയാണെങ്കിൽ ഒരു ഗ്രാമസേവകൻ ഇവിടെ വന്നിട്ട് ആ ഗ്രാമസേവകൻ പല പദ്ധതികളും എങ്ങനെ നടപ്പിലാക്കാതിരിക്കാമെന്നുള്ള നിലയിലൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ വാർഡുകളിലും ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഈ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിലുള്ളൊരു അലംഭാവം, അത് പ്രത്യേകിച്ച് UDF പഞ്ചായത്തുകളോടുള്ളൊരു സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് മറയൂരിൽ പൊതുവെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫണ്ടുകളുടെ ലഭ്യതക്കുറവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരവസ്ഥയും അതുണ്ടായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ കഴിഞ്ഞ UDF മെമ്പർമാരുണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായ ഇത്രയും വികസനങ്ങൾ ഈ കഴിഞ്ഞ 2 ഘട്ടത്തിലും ഈ മാശി വാർഡിൽ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ശ്രീ വാര്യത്ത് ജയൻ മെമ്പറായിരുന്ന സമയത്തും അതിനുശേഷം സുമതി മെമ്പറായിരുന്ന സമയത്തൊക്കെ ഉണ്ടായ അത്രയും ഒരു പുരോഗതി ആ വാർഡിലുണ്ടായിട്ടില്ല. ആ വാർഡ് ഇപ്പോൾ നിലവിൽ വിഭജിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ വാർഡിൽ ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അംഗൻവാടിയുടെ കാര്യത്തിൽ, അതിന് മേലുള്ള ഹോളിൻ്റെ കാര്യത്തിൽ, അതുപോലെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ വേണ്ട ഒരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അഭിപ്രായം. ശുദ്ധജലം എത്തിക്കുന്നത് മാലിന്യ സംസ്കരണം അതുപോലത്തെ വാർഡുതലത്തിൽ ശുദ്ധജലം എത്തിക്കുന്നത് അവിടെ പ്രത്യേക ടാങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ കോമണായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന വെള്ളം തന്നെയാണ് അവിടെ കിട്ടുന്നത്. അവിടെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനും അവിടെ തന്നെയാണ് എനിക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ നേരിട്ട് പഞ്ചായത്തിൽ പലപ്പോഴും ബന്ധപ്പെട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്.
മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാലിന്യ സംസ്കരണം അവിടെ ഒരു പരിധി വരെ നടക്കുന്നത് എങ്കിൽ പോലും ആശുപത്രിയിലൊക്കെ പല ഭാഗത്തും മാലിന്യ സംസ്കരണത്തിന്റെ വീഴ്ചയുണ്ട്. കാരണം ഇവിടെ ആ താഴോട്ട് കുമിട്ടാമൊഴി ഭാഗത്തേക്ക് പോകുന്ന വഴിയിലൊക്കെ മാലിന്യങ്ങൾ കൂടി തള്ളുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഞാൻ പല മീറ്റിങ്ങുകളിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. വാർഡിൽ ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കിയതിൽ വല്ല അഴിമതിയോ കാലതാമസമോ ആരോപിക്കാനുണ്ടോ? അഴിമതിയൊന്നും ഞാൻ അതിനെക്കുറിച്ചും പറയില്ല. കാരണം അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ കാലതാമസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കാലതാമസം അത് മെമ്പറുടെ വീഴ്ച കൊണ്ട് കാലതാമസം ഉണ്ടായതൊന്നും ഞാൻ രക്ഷ ഉന്നയിക്കുന്നില്ല. പക്ഷെ അത് പൊതുവിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കുറവുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നും പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല. ഞാനിപ്പോൾ 9-ാം വാർഡിലാണ് താമസിക്കുന്നത്. എനിക്കവിടെ 9-ാം വാർഡിൽ തന്നെ കൃഷിഭൂമിയുണ്ട്. ഞങ്ങളൊരു ഈ പീരീഡിന് മുമ്പത്തെ പീരീഡിലിരുന്ന ഫ്രാൻസിസ് മെമ്പറായിരുന്ന കാലത്ത് തന്നെ അവിടെ ഒരു കനാൽ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കനാലിന് വേണ്ടി അപേക്ഷ എഴുതി കൊടുക്കുകയും ചെയ്തു. ഒരു 10 അവിടെയുള്ള കൃഷിക്കാരെല്ലാം കൂടെ ചേർന്നുണ്ട്. ഇന്ന് വരെ ആ കനാലിൽ ഒരു പണി ചെയ്തില്ല. പക്ഷേ ഇതിനിടയ്ക്ക് വന്നിട്ട് ഇറിഗേഷനിൽ വന്നിട്ട് അളന്ന് നോക്കിയിട്ടൊക്കെ പോവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ആ പീരീഡിൽ വർക്ക് ചെയ്തോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ ഒരു വർക്കും ചെയ്തിട്ടില്ല. അതുപോലെ ഇതുവരെ വന്നു. അത് കഴിഞ്ഞുള്ള മെമ്പർ വന്നു. ഞങ്ങൾ ഏറെക്കുറെ ഒരു 6 ഗ്രാമസഭയ്ക്കെങ്കിലും ഇതിനുവേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ ഇന്ന് വരെ ആരും തിരിഞ്ഞുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് കൃഷിക്കാർക്ക് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള സഹായവും മറ്റുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല. ആ പ്രദേശത്ത് കുടിവെള്ളത്തിനായിട്ടോ ഗതാഗത സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ അവിടെ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ താമസിക്കുന്നവർ സ്വന്തം പറമ്പിൽ തന്നെ കിണർ കുത്തി ആ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാണെങ്കിൽ വഴിയില്ല. അതിനിടയ്ക്ക് ഇത് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം വാർഡിൻ്റെയും 10-ാം വാർഡും രണ്ടും കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിന് കൂടെ മുകളിൽ കൂടെ ഒരു നടപ്പാലം പണിത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 വർഷത്തിന് മുമ്പ് ആ ചെക്ക് ഡാമിൽ വന്നിട്ട് ഒരു വെള്ളപ്പൊക്കം വന്ന കല്ലും ഇതൊക്കെ കൂടി കിടന്നു. അപ്പോൾ ഈ 6-7 ലക്ഷം രൂപ മുടക്കി അതിലെ കല്ല് മാറ്റി കളഞ്ഞതല്ലാണ്ട് അതിന് മുകളിൽ നടപ്പാലം ഇതുവരെ പണിതിട്ടില്ല. അങ്ങനെ അതും അങ്ങനെ ബെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഓക്കെ, പ്രദേശത്തെ കാർഷിക മേഖലയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പഞ്ചായത്തിൽ നിന്നിട്ട് പാർട്ടിയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്തു തന്നിട്ടില്ല. പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തന്നിട്ടില്ല. പക്ഷേ ഭൂമാഫിയയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം സഹായങ്ങളും മറ്റുള്ള ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭൂമി തരം തിരിച്ച് കെട്ടം പണിയാനും അതിനൊക്കെ ആയിട്ടുള്ള സഹായങ്ങളുണ്ട്. അല്ലാണ്ട് കാർഷിക മേഖലയ്ക്കായിട്ട് ഒന്നും ചെയ്തു തരുന്നില്ല. പദ്ധതി നടത്തിയെങ്കിലും നടപ്പിലാക്കിയാൽ മാത്രമല്ല അഴിമതിയെ പറ്റി പറയാൻ പറ്റുള്ളൂ. ആകെ മൊത്തമുള്ള ഒരു 50-100 മീറ്ററിന് അടുത്ത് വരുന്ന ഒരു ഫുട്പാത്ത് മാതിരി സ്ലാബ് കനാലിന് മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു പ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ല ഇതുവരെ. പഞ്ചായത്ത് അംഗത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു വികസനം? ഞങ്ങൾ നല്ലൊരു പ്രവർത്തനം നല്ലൊരു വികസനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് വരെ ഈ മെമ്പർ ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, വന്നിട്ടുമില്ല. ഇനി ഇടയ്ക്ക് അങ്ങനെ വന്നു പോയല്ലോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സാധാരണ മെമ്പർമാരെന്നൊക്കെ പറയുകയാണെങ്കിൽ മാസത്തിലൊരിക്കലാണെങ്കിൽ ആ വാർഡിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ട് റോഡിൽ കാണുകയാണെങ്കിലും ചോദിക്കും, ചേട്ടാ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. என்னுடைய பேர் ராஜு. மாசிவேல் 9-ஆம் வார்டில் இருக்கிறேன். கடந்த 10 வருஷ காலத்தில் மறையூர் கிராம பஞ்சாயத்தில் 9-ஆம் வார்டில் நடந்த விகசனம்
அப்படிங்கிறது இதுக்கு முன்பு இருந்த வார்டு மெம்பரை காட்டிலும் இந்த 10 வருட காலத்துக்குள்ள நிறைய மாற்றங்கள் கொண்டு வர முடிஞ்சிருக்கு. நம்ம மேலாடி கோயிலுக்கிட்ட இருந்து போல்சட்டை அவங்க இருக்கக்கூடிய அந்த வீட்டு பகுதியில் இருந்து கோவில் கடவு தெங்காசிநாதன் அம்பலம் வரைக்கும் உள்ள ஒரு மிகப்பெரிய மறையூர் கிராம பஞ்சாயத்திலேயே ഏറ്റവും பெரிய ஒரு வார்டு மூடி பரப்பளவு அளவில் அப்படி இருக்கக்கூடிய இந்த பகுதியில் கனால்களும் ரோடுகளும் സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ ലൈഫ് പദ്ധതിയിൽ മാത്രം 10 പഞ്ചായത്ത് മെമ്പർ ഫ്രാൻസിസ് இருக்கும்போதே 66 വീടുകൾക്ക് மேலே கொடுத்துருந்தாப்புல. இப்போ நிலவில் இருக்கக்கூடிய மெம்பர் அம்பியா கொடுத்தது அம்பியா சொன்னாப்புல. அப்படி ஒட்டேற நேட்டங்கள் இந்த வார்டில் நமக்கு செய்து கொடுக்க முடிஞ்சிருக்கு. நம்முடைய மண்டலம் காங்கிரஸினுடைய முன் தலைவராக இருந்த ஆன்சி ஆண்டனி அவர்கள் வீட்டுக்கு போகக்கூடிய ரோடு, அவர்கள் வீட்டுக்கு முன்னாடி இருக்கக்கூடிய மதில், சுற்று மதில், அது கழிஞ்சு இங்கே வந்தாச்சுன்னு சொன்னால் மாசி முழுவதும் ரோடுகளில் உள்ள வார்டு காங்கிரீட் செய்யப்பட்டிருக்கு. புதிய புதிய ரோடுகள் ஒரு மேக்சிமம் 20-25 ரோடுகள் மாத்திரம், காங்கிரீட் ரோடுகள் மாத்திரம் இந்த 10 வருடங்களுக்குள்ள இந்த வார்டில் ஓட்டு செய்த மக்களுக்கு வேண்டி செய்து கொடுத்துருக்கு. அதே போல் உங்களுடைய பஞ்சாயத்து மெம்பருடைய செயல்பாடு சாதாரணமாக பல பஞ்சாயத்துகள்லையும் பஞ்சாயத்து மெம்பர்மார்களுடைய ஒரு சேவை மனப்பான்மையோடு செயல்பட வேண்டிய காலகட்டத்தில் பலரும் பல சுய லாபத்துக்காக செயல்படுறாங்க. அப்போ உங்களுடைய 9ஆம் பஞ்சாயத்து மெம்பர்மாருடைய செயல்பாடு, அவங்களுடைய தியாக மனப்பான்மை எப்படி இருந்துச்சு? பொதுவாக ஒரு பஞ்சாயத்து மெம்பர் அப்படிங்கிறது மக்களுக்கு சின்ன சின்ன பிரச்சனைகள் இருந்தாலும் முதல்ல அவங்கள தேடுறது தான் நம்ம மக்களுடைய ஒரு சாதாரண நிலைப்பாடு. அப்படி பார்க்கும்போது இந்த கடந்த 10 வருஷ கால அளவில் இருந்த 2 பஞ்சாயத்து மெம்பர்மாரை குறித்து சொல்லும்போது அங்கே அந்த வார்டில் நடக்கக்கூடிய நல்ல விஷயங்களாக இருந்தாலும் சரி, அல்லது அங்கே ஒரு மரணமோ மற்றுள்ள ஏதாவது வேறு சங்கடம் உள்ள பிரச்சனைகள் இருந்தாலும் கூப்பிட்டு அடுத்த 5 நிமிஷத்தில் அவங்க 2 பேருமே அங்கே அந்த பாதத்தில் வந்திருப்பாங்க. அவங்க வீடுகளில் கட்டாயம் இருந்திருப்பாங்க. அதில் எந்த குறையோ மற்றுள்ள காரியமோ இல்லை. ஏன்னா திருப்திகரமாக அந்த என்னை பொறுத்தளவு எல்லா விஷயங்களையும் அங்கே முன்னாடி இருக்காங்க அப்படிங்கிறது உறுதியாக சொல்ல முடியும். அதில் எந்த குறையும் அவங்க 2 பேரையும் சொல்ல முடியாது. மற்றபடி ஒரு பஞ்சாயத்து மெம்பர் பகுதிக்குள்ள அவங்களுக்கு கிடைக்கக்கூடிய அரசு கொடுக்கக்கூடிய விகசன ஃபண்டு உள்ளில் நின்று கொண்டு பரமாவதி ஆளுகளை சகாய்க்கவும், பரமாவதி ஆளுகளுக்கு தேவையான வசதிகளை செய்து கொடுக்கவும், பரமாவதி ஆளுகளுக்கு தேவையான குடிவெள்ளம் மற்றும் மருத்துவ உதவி இப்படிப்பட்ட எல்லா விஷயங்கள்லையும் கண்ணும் கட்டுமாக இருந்து அவங்களால முடிஞ்ச அளவு 100% செய்ய முடியாட்டாலும் கிடைக்கக்கூடிய பண்டை முழுமையாக விநியோகிக்கவும், அதை அருகதப்பட்ட ஆளுகளுக்கு சேர்க்கவும் அவங்களால முடிஞ்சிருக்கு அப்படிங்கிறத என்னால் உறுதியாக சொல்ல முடியும். 9ஆம் வார்டு அப்படிங்கிறது மறையூருடைய டவுன் வியாபாரிகள் அடக்கக்கூடிய ஒரு வார்டு. அப்போ வியாபாரிகள் கூட சேர்ந்துள்ள அந்த 9ஆம் வார்டு மறையூர் டவுன் பகுதி மையப்பகுதியாகும். அந்த டவுன் வார்டு அந்த வியாபாரிகளுக்காக வேண்டியோ இந்த ஜனங்களுக்காக வேண்டியோ இன்றைக்கி இடதுசாரிகளுடைய கவர்மெண்ட்டு ஆக்ஷன் நடத்திட்டு இருக்குது. அந்த அவங்க ஃபண்டில் இருந்தோ இல்லாட்டி ஜில்லா ஃபண்டில் இருந்தோ பஞ்சாயத்து மெம்பர் ஃபண்டில் இருந்தோ நீங்கள் ஏதாவது நிதி உதவி அப்படின்னு அந்த ஜனங்களுக்கு ஏதாவது செய்யக்கூடிய அளவுக்கு நீங்கள் ஏதாவது அவங்க விவசாயம் நடந்திருக்காங்க? மறையூரில் 9ஆம் வார்டு அப்படிங்கிறது டவுனில் ஒரு பகுதியை சேரக்கூடிய ஒரு வார்டு.
அதனால் விகசனம் அப்படிங்கிறது டவுனையும் சேர்ந்து தான் இருக்குது. டவுனில் பிடபிள்யூ கட்டடத்தில் சர்க்கார் 5 கோடி ரூபா எம்எல்ஏ இப்போ இருக்கக்கூடிய எம்எல்ஏ அனுமதிச்சு தந்திருக்காரு. அங்கே ஒரு டவுன் கால் நிர்மாணம் உண்டாகும், உடனடியாக உண்டாகும். அது மூலமாக நமக்கு இருக்கக்கூடிய பலதரப்பட்ட சௌகரியங்கள் நமக்கு கூடுதல் உண்டாக்கி எடுக்கிறதுக்கு முடியும். இது மாத்திரமல்ல, மறையூர் ரோடு, கூடவேல் ரோடு, அதுக்கும் பண்டு இப்போ அனுபவிச்சு வச்சுருக்கு. கோச்சாரத்தில் வந்து 10-30 வருஷ காலமாக பழைய ட்ரைபல் ஆஃபீஸ் பக்கத்தில் உள்ள அந்த ஒரு நடப்பாதை வந்து கீழே உடல் சுகம் இல்லாமல் இருந்தால் கூட அவங்க வந்து சேர்றதுக்கு முடியாத ஒரு அவ்வளோ நிலை இருந்தது. அங்கே அந்த இதுக்கும் இப்போ பண்டு அனுபவிச்சிருக்கு. உடனடியாக அதுக்குள்ள வேலையும் இந்த பஞ்சாயத்து மெம்பருக்குள்ள காலாவதி பூர்த்தி இருக்கிறதுக்கு முன்னாடி அதுக்கு செய்து கொடுக்கப்படும். மாசியில் பொதுஜனங்களுக்கு பயன்படக்கூடிய அளவுக்குள்ள விகசனங்கள் കഴിഞ്ഞ 9 வருஷத்துக்கு முன்னாடி ஏதாவது செஞ்சுருக்கிறீங்களா? இப்போது முதல்பாட்டில் அங்கன்வாடிக்குள்ள ஒரு கட்டட ஒரு விஷயம் இருக்குது. அது பொதுவாக இதுக்கு முன்னாடி இருந்த பஞ்சாயத்து மெம்பர்மா அந்த அங்கன்வாடி ஒரு சின்ன ஒரு இதில் தான் நடத்திக்கிட்டு இருந்தாங்க. அதை 9ஆம் வார்டில் தோழர் ஃப்ரான்சிஸ் வார்டு மெம்பர் ஆன பிறகு தான் அது கொஞ்சம் குழந்தைகளுக்கு கொஞ்சம் கூடி சுகாதார ரீதியில் அங்கே இருக்கக்கூடிய அளவுக்கு கொஞ்சம் பண்பு வச்சு அந்த கட்டடத்தை கொஞ்சம் கூடி மோடி பிடிச்சி. அது மாத்திரமல்ல, வேலையும் தற்காலிகமாக இந்த கம்யூனிட்டி கால் போடுறதுக்கு இங்கே இல்லை. அதுக்கு முன்னாடி நம்ம கிராம சபை போடுறது கூட கும்படாங்குடியில் இருக்கக்கூடிய அவங்களுக்குள்ள கம்யூனிட்டி காலில் தான் நம்ம குடியிருந்தோம். ஆனால் அதுக்கு நமக்கு வார்டில் வந்து இட சௌகரிய பொருள் இருக்குது. அது ஒரு விஷயம் இருக்குது. அது இன்றைக்கு ஒரு குறையாக இருக்குது, அது இல்லைன்னு சொல்ல முடியாது. அங்கன்வாடிக்கு உள்ள கட்டடத்தில் தான் நம்ம கிராம சபை கூடுறோம். ஆனால் பூமி கிடைக்காததுக்குள்ள பட்சத்தில் தான் அதுவும் இப்போ ஒரு குறையாக இருக்குது. அது மேக்சிமம் மாற்றம் அதிலையும் கொண்டு வரதுக்கு முடியும். அடிஸ்தானபரமான குடிதண்ணி சௌகரியங்கள் ஜனங்களுக்கு நல்ல நிலையில் சீரான முறையில் கிடைக்குதா? அதை குறிச்சுள்ள அபிப்பிராயங்கள். வார்டில் இந்த 10 வருஷத்துக்கு முன்னாடி வந்து தண்ணி சரியான அந்த வெயில் காலங்களில் வந்து தண்ணி கிடைக்காமல் இருந்த காலகட்டம் உண்டு. ஆனால் இப்போ ஃப்ரான்சிஸ் வந்த பிறகு தொட்டு இன்னைக்கு அம்பிகா இருக்கிற இந்த காலகட்டத்தில் எல்லா ஏரியாவிலையும் குடிதண்ணீர் தட்டுப்பாடு வரதுக்கு முன்னாடி அவங்களுக்கு அப்படி எல்லாருக்குமே பைப்பு, குடிதண்ணி பைப்பு எல்லா வீடுகளுக்கும் போட்டு கொடுத்துருக்கு. ஆனால் அந்த ஆற்றில் தண்ணி இல்லாத காலகட்டத்தில் எல்லா வார்டுகளில் இருக்கக்கூடிய புத்திமுட்டு இங்கே வரும்போது கூட நம்ம டேங்கில் தண்ணி அடித்து அவங்களுக்கு கொடுத்துட்டு தான் இருக்கும். ஆற்றில் தண்ணி இல்லாத காலகட்டத்தில், நம்ம தண்ணி இருக்கக்கூடிய காலகட்டத்தில் நம்ம இந்த வார்டை பொறுத்தளவு எல்லா இடத்துலையும் தண்ணி ஏற்றிக்கிறதுக்கு உண்டான எல்லா வேலைகளும் நாங்கள் செய்து கொடுத்துருக்கு வார்டு மெம்பர் தலைமையில். இங்கேருந்து கோயில் வரைக்கும் உள்ள வீடுகளுக்கும் தண்ணி அந்த ஓட்டக்குளம் பாகத்தில் நம்ம கொஞ்சம் பைப்பில் தண்ணி ஏறாத ஒரு காலகட்டம் வந்தப்போ கூட அங்கே ஒரு டேங்கு வாங்கி வச்சுட்டு அதை நம்ம அந்த ஏரியாவில் உள்ள மக்களுக்கு மாத்திரம் பிரத்யேகமாக நம்ம தண்ணி கொடுத்துருக்கோம்.